ഇന്നേ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുള്ള 1-2 പോസ്റ്റുകൾ നന്നായിട്ട് റീച്ചായി. അതായത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് റീച്ചായി. അപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, നമുക്ക് നല്ല റീച്ച്, നല്ല കമൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് വരുമല്ലോ. അങ്ങനെ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ വേൾഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, പോസിറ്റീവായിട്ടും വരാം നെഗറ്റീവായിട്ടും വരാം. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡി ആയിരിക്കണം എന്നാണല്ലോ. അപ്പോൾ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടും അതുപോലെ നമ്മുടെ ഫാമിലീനെ ബാധിക്കാത്ത രീതിയിലും കൂടെ ആവണമല്ലോ. അപ്പോൾ അതെല്ലാം ഇതാക്കിയിട്ടാണ് ഇപ്പോൾ അതിലേക്ക് വീണ്ടും നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാനിപ്പോൾ കോഴ്സിൻ്റെ കാര്യങ്ങൾക്ക് മാത്രമായിരുന്നു നിന്നിരുന്നത്. കോഴ്സ് മാത്രം അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനങ്ങനെ ഡെയിലി വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അതിൻ്റെ എഡിറ്റും കൂടെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയമില്ലാത്ത കാരണം നമ്മൾ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കത് ഓഫാക്കാം. കേട്ടോ എന്തോ അവരവിടെ മുകളിലുണ്ട്. തറവാട്ടിൽ മുകളിലാണ്. അമ്മയുണ്ട് അവിടെ, ഏട്ടൻ്റെ അമ്മ. അവരങ്ങനെ മുകളിലാണ്. അപ്പോൾ എന്താ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതപ്പോൾ അടിച്ചു വാരിക്കൊണ്ടിരിക്കണം. പണികൾ എന്താ, ഇപ്പോൾ വീട്ടിലത്തെ പണികളൊന്നും എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. എനിക്ക് കുക്കിങ്ങിനേക്കാൾ കൂടുതൽ കുക്കിംഗ് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കുക്കിങ്ങിനേക്കാൾ കൂടുതൽ ഇഷ്ടം അങ്ങനെ ക്ലീനിങ്ങിലേക്കാണ് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ക്ലീനിങ്ങും ഇഷ്ടമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏട്ടനും മോളും നന്നായിട്ട് പരത്തിയിടുന്ന ടീമോളാണ്, പറഞ്ഞാൽ കേൾക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വലിയ ക്ലീനിങ്ങിനും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ തന്നെയാണോ? എനിക്ക് അറിഞ്ഞ ഒരു സമാധാനമായിട്ടിരിക്കുകയായിരുന്നു. മറ്റേത് നമുക്കിപ്പോൾ കോൾസും എൻക്വയറീസൊക്കെ വരുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ക്ലീനിങ്ങിന് നിൽക്കുക, കുക്കിങ്ങിന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് എനിക്ക് ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യാണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനല്ലേ പറ്റുള്ളൂ. നമുക്ക് അതിനുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ലല്ലോ.